പുൽവാമ സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനെതിരെ യുദ്ധമുണ്ടാകുമെന്ന് പരോക്ഷ സൂചന നൽകി കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ്. അതിർത്തി കടന്നുള്ള സൈനിക നടപടി തള്ളിക്കളയാനാകില്ലെന്ന് രാജ്നാഥ് സിംഗ് ഒരു സ്വകാര്യ ചാനലിന് അനുവദിച്ച അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. അതേസമയം സജ്ജരായിരിക്കാൻ പാകിസ്ഥാൻ ആർമിക്ക് പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ നിർദ്ദേശം നൽകിയതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യ പാക് ബന്ധം കൂടുതൽ വഷളാകുന്നു. കഴിഞ്ഞ ദിവസം ചേർന്ന പാകിസ്ഥാൻ സുരക്ഷാ കൌൺസിൽ യോഗം സൈന്യത്തോട് ഒരുങ്ങിയിരിക്കാൻ നിർദ്ദേശം നൽകിയതായി അൽ ജസീറ ചാനൽ റിപ്പോർട്ട് ചെയ്തു. ഇന്ത്യ ആക്രമിച്ചാൽ തിരിച്ചടിക്കാനും അനുമതി നൽകിയിട്ടുണ്ട്. അതിർത്തി ഗ്രാമങ്ങളിൽ താമസിക്കുന്നവർക്കും പാകിസ്ഥാൻ ജാഗ്രതാ സന്ദേശം നൽകി. അതിർത്തി കടന്നുള്ള തീവ്രവാദ പ്രവർത്തനത്തിന് പാകിസ്ഥാൻ പിന്തുണ നൽകുന്ന തെളിവുകൾ ലഭിച്ച സാഹചര്യത്തിൽ സൈനിക നടപടി തള്ളിക്കളയാനാകില്ലെന്ന് ദില്ലിയിൽ ഒരു സ്വകാര്യ ചാനൽ അനുവദിച്ച അഭിമുഖത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗും വ്യക്തമാക്കി. കാശ്മീരിലെ അതിർത്തി മേഖലയിൽ ഇന്നും തീവ്രവാദികളും സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടി. ബാരാമുള്ള ജില്ലയിലെ വാർപോറ മേഖലയിൽ അതിർത്തി കടക്കാൻ ശ്രമിച്ച തീവ്രവാദികൾക്ക് നേരെ സൈന്യം നിറയൊഴിച്ചു. ഏറ്റുമുട്ടൽ മണിക്കൂറോളം നീണ്ടുനിന്നു. അതേസമയം ഉത്തർപ്രദേശിൽ ജയ്ഷ മുഹമ്മദിനു വേണ്ടി റിക്രൂട്ട്മെന്റ് നടത്തുകയായിരുന്നവരെ അറസ്റ്റ് ചെയ്തുവെന്ന് സംസ്ഥാന DGP OP സിംഗ് വാർത്താസമ്മേളനം നടത്തി അറിയിച്ചു. ആയുധങ്ങളും ഇവരുടെ പക്കൽ നിന്നും കണ്ടെടുത്തു. കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും DGP പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ദില്ലി. പുൽവാമയിൽ ഭീകരാക്രമണത്തിൽ 40 സൈനികർ കൊല്ലപ്പെട്ട ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉദാസീനമായി പെരുമാറിയതിന് കൂടുതൽ തെളിവുകൾ. സംഭവം നടന്ന ശേഷം മോദി ഉത്തരാഖണ്ഡിൽ BJP റാലിയെ അഭിസംബോധന ചെയ്യുന്ന ദൃശ്യങ്ങൾ കോൺഗ്രസ് പുറത്തുവിട്ടു. വാർത്ത വന്ന് 3 മണിക്കൂറിന് ശേഷവും ചാനൽ ചിത്രീകരണത്തിലായിരുന്ന മോദി പ്രൈം മിനിസ്റ്ററല്ല, പ്രൈം ടൈം മിനിസ്റ്ററാണെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. പുൽവാമ സംഭവം നടന്ന് 2 മണിക്കൂർ കഴിഞ്ഞുള്ള പാർട്ടി റാലിയിൽ സംഭവത്തെക്കുറിച്ച് പ്രധാനമന്ത്രി ഒരു വാക്ക് സംസാരിക്കുകയോ മൗനാചരണത്തിന് നിർദ്ദേശിക്കുകയോ ചെയ്തില്ലെന്നാണ് കോൺഗ്രസ് ആരോപണം. ഇതിന് തെളിവായി ഉത്തരാഖണ്ഡിലെ BJP റാലിയെ മോദി മൊബൈലിലൂടെ അഭിസംബോധന ചെയ്യുന്ന ദൃശ്യങ്ങൾ കോൺഗ്രസ് പുറത്തുവിട്ടു. പുൽവാമയിൽ അക്രമം നടന്നത് മോദി അറിഞ്ഞിരുന്നോ? അറിഞ്ഞില്ലെങ്കിൽ സർക്കാരിനെ പറ്റി ജനങ്ങൾ എന്തു മനസ്സിലാക്കണമെന്നാണ് കോൺഗ്രസ് ഉന്നയിക്കുന്ന ചോദ്യം. Between 3:10 p.m. in the afternoon and 5:10 p.m. in the afternoon, the Prime Minister of India was either not informed by his office or the Prime Minister of India was incommunicado. What does it speak about command and control systems in the highest echelons of the Indian state? പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ വീഴ്ചയിലേക്ക് കൂടി വിരൽ ചൂണ്ടുന്നതാണ് കോൺഗ്രസിന്റെ ആരോപണം. ദേശസുരക്ഷയിലെ സ്വന്തം വീഴ്ച മറയ്ക്കാനുള്ള മോദിയുടെ നീക്കം രാജ്യം ചോദ്യം ചെയ്യുമെന്നും കോൺഗ്രസ് പറഞ്ഞു. ഭീകരാക്രമണ വാർത്ത വന്ന ശേഷവും മോദി സ്വകാര്യ ചാനലിന് വേണ്ടി ഷൂട്ടിംഗിൽ വ്യാപൃതനായിരുന്നുവെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു. ജവാന്മാരുടെ കുടുംബം ദുഃഖത്തിൽ മുങ്ങി നിൽക്കുമ്പോൾ ഇങ്ങനെ ചെയ്ത പ്രധാനമന്ത്രി പ്രൈം ടൈം മിനിസ്റ്ററാണ്. ഫോട്ടോഷൂട്ട് സർക്കാർ എന്ന അടിക്കുറിപ്പോടെയാണ് രാഹുലിന്റെ ട്വിറ്ററിലെ വിമർശനം. ആക്രമണം നടന്ന ദിവസം നരേന്ദ്രമോദി ഷൂട്ടിംഗിലും ബോട്ടിംഗിലും വ്യാപൃതനായ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് പുറത്തുവിട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിനെയും മോദിയെയും ഒരേപോലെ ലക്ഷ്യം വെച്ചുള്ള ആരോപണങ്ങൾ. കാലാവസ്ഥ, സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം അരമണിക്കൂറോളം വൈകിയാണ് പ്രധാനമന്ത്രി വിവരമറിഞ്ഞതെന്ന് സർക്കാർ വൃത്തങ്ങൾ പറയുന്നു. അങ്ങനെയെങ്കിൽ റാലിയിൽ എന്തുകൊണ്ട് മോദി വിഷയത്തെക്കുറിച്ച് പരാമർശിച്ചില്ലെന്ന ചോദ്യം അപ്പോഴും നിലനിൽക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന തീവ്രവാദ സംഘടനയായ ജെയ്ഷെ മുഹമ്മദിനെ തള്ളിപ്പറഞ്ഞ് ചൈനയും. ഇതാദ്യമായി ജെയ്ഷെ മുഹമ്മദിന്റെ പേര് പരാമർശിക്കുന്ന ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിൽ പ്രമേയത്തിൽ ചൈന ഒപ്പുവച്ചു. പുൽവാമ ആക്രമണം ഹീനവും മൃഗീയവുമെന്ന് സുരക്ഷാ കൌൺസിൽ അപലപിച്ചു. തീവ്രവാദ പ്രവർത്തനം നേരിടാൻ ഇന്ത്യയെ എല്ലാ രാജ്യങ്ങളും സഹായിക്കണമെന്നും പ്രമേയം പറയുന്നു. അമേരിക്കയുടെയും ബ്രിട്ടന്റെയും പിന്തുണയോടെ ഫ്രാൻസാണ് സുരക്ഷാ കൌൺസിൽ യോഗത്തിൽ പുൽവാമ സ്ഫോടനത്തെ അപലപിച്ച് പ്രമേയം കൊണ്ടുവന്നത്. ശക്തമായ ഭാഷയിൽ സ്ഫോടനത്തെ അപലപിക്കുന്ന പ്രമേയം പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചുള്ള ജയ്ഷ മുഹമ്മദിന്റെ പ്രവർത്തനങ്ങളെ അപലപിക്കുന്നതായി വ്യക്തമാക്കുന്നു. അത്യന്തം ഹീനവും മൃഗീയവുമാണ് പുൽവാമയിൽ സംഭവിച്ചത്. തീവ്രവാദ പ്രവർത്തനത്തെ നേരിടാൻ ഇന്ത്യക്ക് എല്ലാ രാജ്യങ്ങളും സഹായം നൽകണമെന്നും പ്രമേയത്തിൽ ആവശ്യപ്പെടുന്നു. സ്ഥിരാംഗങ്ങളും അല്ലാത്തവരുമായ എല്ലാ രാഷ്ട്രങ്ങളും ഏകകണ്ഠമായി പ്രമേയം പാസാക്കി. തീവ്രവാദ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാന്റെ പേരോ ജയ്ഷ മുഹമ്മദിനെയോ പരാമർശിക്കുന്ന പ്രമേയങ്ങളെ എതിർക്കുന്ന ചൈനയും നിലപാട് മാറ്റി ഇന്ത്യക്ക് അനുകൂലമായി പ്രമേയത്തെ പിന്താങ്ങി. ചൈനയുടെ നിലപാട് മാറ്റം പ്രതീക്ഷയോടെയാണ് ഇന്ത്യ കാണുന്നത്. ജയ്ഷ മുഹമ്മദ് തലവൻ മസൂദ് അസ്ഹറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കാനുള്ള നീക്കത്തോട് ചൈന അനുകൂലമായി പ്രതികരിക്കുമെന്ന് ഇന്ത്യ പ്രതീക്ഷിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. രാഷ്ട്രീയ വിവേചനവുമായി തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ. മോദിയുടെ പരസ്യ ബോർഡുകൾ നിലനിർത്തി സംസ്ഥാന സർക്കാരിന്റെ പരസ്യങ്ങൾ നീക്കം ചെയ്തു.
റെയിൽവേ നടപടിക്കെതിരെ പ്രതിഷേധവുമായി എത്തിയ എ സമ്പത്ത് എംപിയോട് റെയിൽവേ ഉദ്യോഗസ്ഥൻ അപമര്യാദയായി പെരുമാറി. വിവരങ്ങളുമായി ജീവൻ ചേരുന്നുണ്ട്. ജീവൻ, എന്താണ് വാർത്തയുടെ വിശദാംശം? അശ്വതി, സർക്കാരിന്റെ 1000 ദിനങ്ങളുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ റെയിൽവേയുടെ വിവിധ പരസ്യ ബോർഡുകളിൽ പരസ്യം നൽകുന്നതിനായി ഒരു കോൺട്രാക്ട് നൽകിയിരുന്നു. ഇതൊരു സ്വകാര്യ ഏജൻസിക്കാണ് നൽകിയിരുന്നത്. ആ ഏജൻസി സർക്കാരുമായി ഉണ്ടാക്കിയ ധാരണ പ്രകാരം തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന്റെ വിവിധ ഭാഗങ്ങളിലായി ഇത്തരത്തിൽ പരസ്യ ബോർഡുകൾ സ്ഥാപിക്കുകയും ചെയ്തു. എന്നാൽ കഴിഞ്ഞ ദിവസം റെയിൽവേ അധികാരികൾ ഏകപക്ഷീയമായി സംസ്ഥാന സർക്കാരിന്റെ 1000 ദിവസങ്ങളുമായി ബന്ധപ്പെട്ട ബോർഡുകൾ നീക്കം ചെയ്തു. ഇതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാരണം. ഇത് ചോദിക്കുന്നതിനായി ഇത് എന്ത് കാരണത്താലാണ് ഇത് നീക്കം ചെയ്തത് എന്ന് ചോദിക്കുന്നതിനെത്തിയ ആറ്റിങ്ങൽ എം പി എ സമ്പത്തിനോട് റെയിൽവേയുടെ ഡിവിഷണൽ കൊമേഴ്ഷ്യൽ മാനേജറായ രാജേഷ് ചന്ദ്രൻ അദ്ദേഹം ഇവിടെ ഷോ ഓഫ് കാണിക്കരുത് എന്നൊരു വാക്ക് പ്രയോഗിച്ചതോടുകൂടിയാണ് കാര്യങ്ങൾ കൈവിട്ടു പോയത്. അകത്ത് ഇപ്പോഴും റെയിൽവേ അധികാരികളും എം പി എ സമ്പത്ത്, അതോടൊപ്പം ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി എ റഹീം, മുൻ MLA കൂടിയായ CPM നേതാവ് വി ശിവൻകുട്ടി എന്നിവരുടെ നേതൃത്വത്തിൽ ഇപ്പോഴും ചർച്ചകൾ നടക്കുകയാണ്. 2 കാര്യങ്ങളാണ് ഇതിൽ റെയിൽവേ അധികാരികൾ നൽകുന്ന ഒരു വിശദീകരണം. ഇതിൽ ഔദ്യോഗികമായി റെയിൽവേയുടെ ഈ പരസ്യ ബോർഡുകളുടെ കോൺട്രാക്ട് എടുത്തിരിക്കുന്ന സ്ഥാപനം ഏതാണ്ട് 55 ലക്ഷം രൂപയുടെ കുടിശ്ശിക റെയിൽവേക്ക് നൽകാനുണ്ട്. അതുകൊണ്ട് തങ്ങൾ ഈ പരസ്യ ബോർഡുകൾ ഇവിടെ വെക്കാൻ അനുവദിക്കില്ല എന്നതാണ് ഒരു കാരണം. 2, പൊളിറ്റിക്കലായി കണ്ടന്റുള്ള പരസ്യങ്ങൾ ഇവിടെ സ്ഥാപിക്കാൻ പറ്റില്ല എന്നതാണ് റെയിൽവേ നൽകുന്ന മറ്റൊരു വിശദീകരണം. എന്നാൽ ഇത്തരത്തിൽ റെയിൽവേക്ക് തങ്ങൾ ഒരു കുടിശ്ശികയും നൽകാനില്ല എന്നതാണ് ഈ പരസ്യ ഏജൻസിയുടെ മറത്തുള്ള ഒരു അവകാശവാദം. അതോടൊപ്പം തന്നെ പൊളിറ്റിക്കൽ കണ്ടന്റുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉള്ളടക്കം ഈ ബോർഡുകളിൽ എവിടെയും ഉള്ളതായി നമുക്ക് പറയാനുമാവില്ല. കാരണം സംസ്ഥാന സർക്കാരിൻ്റെ 1000 ദിവസങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സർക്കാരിൻ്റെ നേട്ടങ്ങൾ മാത്രമാണ് ഈ ബോർഡിൽ പറഞ്ഞിരിക്കുന്നത്. അതിലേതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ ചുവയോ രാഷ്ട്രീയ പരാമർശമോ ഈ കാര്യങ്ങളിലില്ല. മറ്റൊരു പ്രധാനപ്പെട്ട വിവേചനം, പ്രധാനമന്ത്രിയുടെ സ്വച്ഛ് ഭാരതുമായി ബന്ധപ്പെട്ടുള്ള വിവിധ പരസ്യ ബോർഡുകൾ ഇപ്പോഴും തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന്റെ പല ഭാഗത്തും ഇരിക്കുന്നതായി ഒരു ആക്ഷേപവും ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ബോർഡുകൾ അനുവദിക്കുകയും സംസ്ഥാന സർക്കാരിന്റെ ബോർഡുകൾ നിയമാനുസൃതം പണമടച്ച് ഇവിടെ വിതരണം ഇവിടെ ഡിസ്പ്ലേ ചെയ്യുകയും ചെയ്തിരിക്കുന്ന ബോർഡുകൾ ഇവിടെ അനുവദിക്കാതിരിക്കുന്നതിന് പിന്നിൽ രാഷ്ട്രീയമായ വിവേചനമാണുള്ളതെന്നാണ് CPIM നേതാക്കൾ ആരോപിക്കുന്നത്. ഈ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അവർ റെയിൽവേ അധികാരികളുമായി ചർച്ച നടത്തുന്നത്. മുകളിൽ നിന്നുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഏകപക്ഷീയമായി റെയിൽവേ പെരുമാറുന്നതെന്നതാണ് CPM നേതാക്കളുടെ വാദം. അവർ ഇപ്പോഴും അകത്ത് റെയിൽവേ അധികാരികളുമായി ചർച്ച നടത്തുകയാണ്. ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കാണാമെന്ന് റെയിൽവേ അധികാരികളും അതോടൊപ്പം CPIMന്റെ നേതാക്കന്മാരും MP അടക്കമുള്ളവരും പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയം പരിഹരിക്കുന്നത് വരെ താനിവിടെ സത്യാഗ്രഹം ഇരിക്കുമെന്നാണ് MP എ സമ്പത്ത് പറഞ്ഞിരിക്കുന്നത്. പ്രത്യേകിച്ച് സമ്പത്തിനെതിരായി ഒരു ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്ന് വളരെ മോശം പരാമർശം കൂടി ഉണ്ടായത് പ്രവർത്തകരെ തീർച്ചയായും പ്രകോപിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥൻ മാപ്പ് പറയണമെന്നൊരു ആവശ്യം കൂടി അവർ ഇപ്പോൾ മുൻപോട്ട് വെച്ചിട്ടുണ്ട്. അശ്വതി, ജീവൻ, എന്നാണ് ഈ ബോർഡ് സ്ഥാപിച്ചത്? ഈ ബോർഡിന്റെ കാലാവധി കോൺട്രാക്ടർ പറയുന്നതനുസരിച്ച് എത്ര കാലത്തേക്കാണ് ഈ ബോർഡ് അവിടെ സ്ഥാപിച്ചത്? ഇപ്പോൾ പരസ്യ ഏജൻസിയുമായി നമ്മൾ അനൌദ്യോഗികമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന 2016 മുതൽ 2021 വരെ നിയമാനുസൃതം റെയിൽവേയും ഈ പരസ്യ ഏജൻസിയുമായി ഒരു കരാറുണ്ട്. ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ ആ കരാർ പറയുന്നത് ഇപ്രകാരമാണ്: റെയിൽവേയിൽ നിന്നും ഇവർ കരാർ എടുത്തിരിക്കുന്നു. ഈ കരാറിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് മറ്റാരുമായും ഉപകരാറിൽ ഏർപ്പെടാനുള്ള അധികാരമുണ്ട്. റെയിൽവേയുടെ സ്ഥലത്ത് റെയിൽവേ മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള തുക കൊടുത്തുകൊണ്ടാണ് ഈ പരസ്യ ഏജൻസി ഈ കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് എവിടെയും ഇത്തരത്തിൽ മറ്റാർക്കും ഈ വേണമെങ്കിൽ ഇവരുടെ ബോർഡുകൾ ഉപകരാർ നൽകാനുള്ള അധികാരമുണ്ട്. ആ അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിൻ്റെ പബ്ലിക് റിലേഷൻസ് വകുപ്പുമായി ഇവർ ഒരു കരാർ ഏർപ്പെട്ടത്. സംസ്ഥാന സർക്കാർ ഈ പരസ്യ ഏജൻസിക്കാണ് പണം നൽകിയത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ വാലിഡായ ഒരു കോൺട്രാക്റ്റാണ് സംസ്ഥാന സർക്കാരിൻ്റെ മുൻപിലുള്ളത്. അവർ പരസ്യ ഏജൻസി നമ്മളോട് പറയുന്നത് പ്രകാരമുള്ള അവരുടെ ഡോക്യുമെന്റ്സ് പരിശോധിക്കുമ്പോഴും ഇവർക്ക് നിയമാനുസൃതം 2021 വരെ ഇവർക്ക് നിയമാനുസൃതം ഈ റെയിൽവേയുടെ പരസ്യ ബോർഡുകളിൽ
പരസ്യ ബോർഡുകളിൽ വിവിധ ആളുകൾക്ക് പരസ്യം ഉപകരാർ നൽകാനുള്ള അധികാരവുമുണ്ട്. അങ്ങനെയെങ്കിൽ റെയിൽവേ അധികാരികളുമായി എ സമ്പത്ത് MP ഉൾപ്പെടെയുള്ളവർ ചർച്ച തുടരുകയാണ്. കൂടുതൽ വിശദാംശങ്ങൾ അടുത്ത ബുള്ളറ്റിനുകളിൽ നൽകാൻ കഴിയും എന്ന് കരുതുന്നു. കണ്ണൂർ കല്യാട് രാജ്യത്തെ ആദ്യ അന്താരാഷ്ട്ര ആയുർവേദ ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്നു. തത്സമയ സംപ്രേഷണത്തിലേക്ക്. ഇവിടെ തടയിട്ടെന്ന കാര്യം അദ്ദേഹം ഇതാണ് എന്റെ രീതി. നിങ്ങളെ കുട്ടിക്ക് പരീക്ഷ എഴുതരുണ്ട്, അപ്പോഴേക്കത് ശരിയാണ്, നിങ്ങൾ നോക്കിക്കൊന്നു. അതിന് മുന്നുള്ള കഥയുണ്ട്. ഏതായാലും ഭേദമായി. ഇത് ഇത്തരത്തിലുള്ള ഒട്ടേറെ അത്ഭുതങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള അറിവുകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകണം. ആ വൈദ്യുതി മരണപ്പെട്ടു പോയി, ഇപ്പൊ ജീവിച്ചിരിക്കില്ല. ഇതുപോലെ അനേകം പ്രത്യേകമായ രീതികളുണ്ട്, പ്രത്യേകമായ ചികിത്സാ സമ്പ്രദായങ്ങളുണ്ട്. അപ്പൊ ഇതൊരു വലിയ വിജ്ഞാനത്തിന്റെ മേഖലയാണ്. അതുകൊണ്ടാണ് നമുക്ക് എന്തുകൊണ്ട് എല്ലാ ഗവേഷണ സൗകര്യങ്ങളും ഒരുങ്ങിയാണ് ഒരു ആയുർവേദ സ്ഥാപനം ഉണ്ടായിക്കൂടാ എന്നൊരാലോചന വന്നു. ആ ആലോചന തുടങ്ങിയപ്പോൾ എല്ലാവരും അതിന്റെ കൂടെയാണ് വന്നത്. അത് ശരിയാണ്, അത് നമുക്ക് നല്ലതായിരിക്കും. അപ്പൊ അതാണ് നേരത്തെ ബഹുമാനായ കലക്ടർ പറഞ്ഞതുപോലെ ഇവിടെ ഇത്തരമൊരു സ്ഥലം കണ്ടെത്തുന്നതിന് ഇടയായിരിക്കുന്നത്. കുറേ സ്ഥലങ്ങൾ പരിശോധിച്ചതിന് ശേഷമാണ് പറ്റിയ സ്ഥലം തന്നെയാണ്, ഇതെല്ലാം കൊണ്ടും പറ്റിയ സ്ഥലമാണ്. ആ ഒരു സ്ഥലം നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരു സ്ഥാപനം ഉണ്ടാക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. അതിന്റെ എല്ലാ പ്രൗഢിയോടും കൂടി സ്ഥാപിക്കുക എന്നുള്ളതാണ്. അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു സ്ഥാപനമാക്കി മാറ്റണമെന്നാണ് കാണുന്നത്. ഇക്കാര്യത്തിൽ എല്ലാ അറിവുകളും നമുക്ക് സമാഹരിക്കാനാവും. അറിവുകൾ സമാഹരിക്കുന്നതിൽ ചെറിയൊരു കടുംപിടുത്തം നമ്മുടെ വിദഗ്ധന്മാരുടെ കയ്യിലുണ്ട്. അതങ്ങോട്ട് ഉപേക്ഷിക്കണം. ആദ്യം ഒരു തുറന്ന മനസ്സിൽ അറിവായിട്ട് കാണും. നമ്മൾ കോളേജുകളിൽ പഠിച്ചത് മാത്രമാണ് ആയുർവേദത്തിലുള്ള അറിവ് ധരിക്കുന്നത്. അങ്ങനെ ധരിച്ചു പോയത് വലിയ അബദ്ധമാണ്. അതെല്ലാം അപ്പുറം എത്രയോ കാര്യങ്ങൾ കിടക്കുകയാണ്. എന്ന് വെച്ച് കോളേജിൽ പഠിച്ച കാര്യങ്ങളൊന്നുമല്ല എന്നല്ല അർത്ഥം. അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അതോടൊപ്പം മറ്ററിവുകളും ഇതിന്റെ ഭാഗമായിട്ട് തന്നെയുള്ള തങ്ങളുടെ കൈവശമില്ലാത്ത അറിവുകൾ സമാഹരിക്കാനുള്ള ഏർപ്പാടുകൾ, ഇത് വളരെ പ്രധാനമാണ്. വിവിധ അറിവുകൾ നശിച്ചു പോയിട്ടുണ്ട്. അത് നമുക്ക് വീണ്ടും കണ്ടെത്താൻ കഴിയേണ്ടതായിരുന്നു. നല്ല രീതിയിൽ ഗവേഷണം പ്രോത്സാഹിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം ഇപ്പൊ എത്ര ഉണ്ടെന്ന് അറിയില്ല, പണ്ട് പലയിടങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട ഒട്ടേറെ താളിയോല ബന്ധങ്ങളുണ്ടായിരുന്നു. ഇന്നും ചിലയിടങ്ങളിലൊക്കെ ഉണ്ട്. പരമാവധി സമാഹരിക്കാനാവണം. ഇവിടെ ഈ സ്ഥാപനത്തിന് അത്തരം ഒരു പദ്ധതി തന്നെയുണ്ട്. പൂർണ്ണമായി സമാഹരിച്ച് ആധുനികമായ രീതിയിൽ സൂക്ഷിക്കാനുള്ള സംവിധാനം ഇവിടെ ഒരുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നാട്ടിലാകെ വ്യാപിച്ചു കിടക്കുന്ന വ്യത്യസ്തമായ അറിവുകൾ അത് ചിലപ്പോൾ അവരെ ജീവിതത്തോടെ അവസാനിച്ചു പോകും. അവരാർക്കും പറഞ്ഞു കൊടുക്കില്ല. യൂത്ത് കോൺഗ്രസ്, ശബരിമല കർമ്മസമിതി എന്നിവർ ആഹ്വാനം ചെയ്ത മിന്നൽ ഹർത്താലുകൾക്കെതിരെ കർശന നടപടിയുമായി ഹൈക്കോടതി. ഹർത്താലിന് ആഹ്വാനം ചെയ്ത നേതാക്കളെ ഹർത്താലുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളിലും പ്രതിയാക്കാൻ കോടതി നിർദ്ദേശിച്ചു. യൂത്ത് കോൺഗ്രസ് നേതാവ് ഡീൻ കുര്യാക്കോസ് 189 കേസുകളിൽ പ്രതിയാകും. BJP, RSS നേതാക്കൾ 990 കേസുകളിൽ പ്രതിയാകും.
യൂത്ത് കോൺഗ്രസ് ആക്രമണത്തെ തുടർന്നുണ്ടായ നാശനഷ്ടങ്ങൾക്ക് ഡീൻ കുര്യാക്കോസിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കാനും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് സർക്കാരിന് നിർദ്ദേശം നൽകി. യൂത്ത് കോൺഗ്രസ് നടത്തിയ മിന്നൽ ഹർത്താൽ, ശബരിമല ഹർത്താൽ എന്നിവയ്ക്കെതിരായ വിവിധ ഹർജികളാണ് ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചത്. 2 ഹർത്താലുകളിലുമുണ്ടായ അക്രമ സംഭവങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ കോടതി നിർദ്ദേശിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത എല്ലാ കേസുകളിലും നേതാക്കളെ പ്രതികളാക്കണം. യൂത്ത് കോൺഗ്രസ് അക്രമവുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്ത 189 കേസുകളിലും ഡീൻ കുര്യാക്കോസിനെ പ്രതിയാക്കാനാണ് കോടതി ഉത്തരവ്. യൂത്ത് കോൺഗ്രസ് അക്രമത്തെ തുടർന്ന് സംഭവിച്ച നാശനഷ്ടങ്ങൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായ ഡീൻ കുര്യാക്കോസിൽ നിന്ന് ഈടാക്കുകയും വേണം. ഫേസ്ബുക്കിലൂടെ ഹർത്താലിന് ആഹ്വാനം ചെയ്ത ഡീൻ കുര്യാക്കോസിനെതിരെ പ്രേരണാകുറ്റം ചുമത്താനും കോടതി നിർദ്ദേശിച്ചു. കോടതി നിർദ്ദേശപ്രകാരം ഡീൻ കുര്യാക്കോസ്, കാസർകോട് UDF നേതാക്കളായ കമറുദ്ദീൻ, ഗോവിന്ദൻ നായർ എന്നിവർ ഇന്ന് ഹൈക്കോടതിയിൽ ഹാജരായിരുന്നു. മിന്നൽ ഹർത്താലുകൾ നിരോധിച്ച വിവരം തനിക്ക് അറിയില്ലായിരുന്നു എന്ന ഡീൻ കുര്യാക്കോസിന്റെ വാദം കോടതി അംഗീകരിച്ചില്ല. താങ്കൾ നിയമം പഠിച്ചയാളല്ലേ എന്നായിരുന്നു ചീഫ് ജസ്റ്റിസിന്റെ മറുചോദ്യം. ശബരിമല ഹർത്താലിലും സമാന നടപടികൾ സ്വീകരിക്കാൻ കോടതി നിർദ്ദേശിച്ചു. ഹർത്താലിന് ആഹ്വാനം ചെയ്ത ശബരിമല കർമ്മസമിതി നേതാക്കളായ TP സെൻകുമാർ, KS രാധാകൃഷ്ണൻ, BJP RSS നേതാക്കൾ എന്നിവരെ എല്ലാ കേസുകളിലും പ്രതികളാക്കണം. ഇതുപ്രകാരം 990 കേസുകളിലും നേതാക്കൾ പ്രതികളാകും. ശബരിമല ഹർത്താലിനോടനുബന്ധിച്ച് വ്യാപക അക്രമം നടന്നതായും ഒട്ടേറെ നാശനഷ്ടങ്ങൾ ഉണ്ടായതായും സർക്കാർ കോടതിയെ അറിയിച്ചു. നഷ്ടം കണക്കാക്കാൻ പ്രത്യേക കമ്മീഷനെ നിയോഗിക്കാൻ സർക്കാരിന് കോടതി നിർദ്ദേശം നൽകി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പെരിയ കൊലപാതകം ഹീനവും ന്യായീകരിക്കാനാകാത്തതുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തെറ്റായ ഒന്നിനെയും ഏറ്റെടുക്കേണ്ട ബാധ്യത പാർട്ടിക്കില്ല. ചിലരുടെ വീണ്ടുവിചാരമില്ലാത്ത പ്രവൃത്തിയാണ് പ്രതിസന്ധി സൃഷ്ടിച്ചത്. കുറ്റവാളികൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കും. എന്നാൽ കോൺഗ്രസ് ക്രിമിനലുകളെ ആരും തള്ളിപ്പറഞ്ഞു കണ്ടില്ലെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. കാസർഗോഡ് പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും അതിൽ ഇടതുപക്ഷത്തെയും അതിൽ തന്നെ പ്രത്യേകിച്ച് CPIM-നെയും അങ്ങേയറ്റം അപകീർത്തിപ്പെടുത്തത്തക്ക രീതിയിൽ ഇടപെടാൻ അവസരം കൊടുത്തത്, ആ അവസരമൊരുക്കിയത് ഇവിടെ നടന്ന 2 കോൺഗ്രസ് ചെറുപ്പക്കാരുടെ ഹീനമായ കൊലപാതകമാണ്. ആ കൊലപാതകം ഹീനമാണ്, ഒരു രീതിയിലും ന്യായീകരിക്കാൻ കഴിയാത്തതാണ്. അതുകൊണ്ട് തന്നെയാണ് തെറ്റായ ഒന്നിനെയും ഏറ്റെടുക്കേണ്ട കാര്യം പാർട്ടിക്കില്ല. അതുകൊണ്ടാണ് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ ഈ സംഭവം നടന്ന ഉടനെ തന്നെ അതിനെ തള്ളിപ്പറഞ്ഞത്. രാഷ്ട്രീയ കൊലപാതകം ആധുനിക ജനാധിപത്യ സമൂഹത്തിന് ചേർന്നതല്ലെന്ന് സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ. രാഷ്ട്രീയത്തിന്റെ ഭാഗമായി ഇത്തരം തെറ്റുകൾ ആവർത്തിക്കരുത്. അക്രമം രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാണെന്ന് വിശ്വസിക്കുന്ന ന്യൂനപക്ഷം ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ടെന്ന് സ്പീക്കർ വ്യക്തമാക്കി. അല്ല, കൊലപാതകം നടത്തിയത് ശരിയാണെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആരും പറഞ്ഞിട്ടില്ല. തെറ്റാണത്, ഒരു സംശയമില്ലല്ലോ. അങ്ങനെ ഒരു ബോധമുള്ള ഒരു ചെറു ന്യൂനപക്ഷത്തിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു തെറ്റാണത്. ആ തെറ്റിനെ ഇല്ലാതാക്കാൻ ആവശ്യമായ ഒരു സാമൂഹിക അന്തരീക്ഷം ഉയർത്തിക്കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ്. രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് ഇത്തരം തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ യുവത്വത്തെ രാഷ്ട്രീയം എന്താണെന്നും രാഷ്ട്രീയത്തിൻ്റെ സംവാദ രീതികൾ എന്താണെന്നും ബോധ്യപ്പെടുത്താൻ മാത്രമേ മാർഗമുള്ളൂ. അല്ല, രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗമായിട്ടാണല്ലോ അത് സംഭവിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികൾ ആരും അതിനെ അനുകൂലിച്ചിട്ടില്ലല്ലോ. തെറ്റ് തിരുത്താൻ വേണ്ടിയുള്ള നിലപാടല്ലേ സ്വീകരിക്കുന്നത്. അക്രമം രാഷ്ട്രീയത്തിൻ്റെ പേരിലല്ല, എല്ലാവരുടെ പേരിലും നടക്കുന്നുണ്ട്. പല പേരിലും നടക്കുന്നുണ്ട്. വർഗീയതയുടെ പേരിലുണ്ട്, ഗ്യാങ് ഫൈറ്റുകളുണ്ട്, മാഫിയകളുണ്ട്. ഒരു തരത്തിലുള്ള അക്രമവും ശരിയല്ല. കോൺഗ്രസ് പ്രവർത്തകർക്ക് നീതി ഉറപ്പായില്ലെങ്കിൽ നിയമം കയ്യിലെടുക്കാനും മടിക്കില്ലെന്ന് കെ മുരളീധരൻ MLA-യുടെ ഭീഷണി. ആവശ്യമായാൽ നിയമം കയ്യിലെടുക്കാമെന്ന് കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന സുഭാഷ് ചന്ദ്രബോസ് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നുവെന്നാണ് അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രസ്താവനയ്ക്കുള്ള മുരളീധരന്റെ ന്യായീകരണം. പെരിയ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ കാഞ്ഞങ്ങാട് DYSP ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കെ മുരളീധരൻ MLA. എല്ലാ വാതിലും കൊട്ടിയടച്ചാൽ പിന്നെ നിയമം കയ്യിലെടുക്കുക എന്നുള്ള അവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിച്ചേരും. ഞങ്ങളൊക്കെ ഗാന്ധി ശിഷ്യന്മാരാണ്, സംശയമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇംഗ്ലീഷുകാരനോട് അങ്ങനെ സഹന സമരം നടത്തിയാലൊന്നും ശരിയാവില്ല, വേണ്ടി വന്നാൽ ആയുധം എടുക്കണം എന്ന് പറഞ്ഞ് സുഭാഷ് ചന്ദ്രബോസും കുറച്ചു കാലം കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം പിണറായിയും കോടിയേരിയും മറക്കണ്ട.
ജിടെക്കിന്റെ വിവിധ പ്രോഗ്രാമുകളുടെ ലോഞ്ചിംഗ് കോഴിക്കോട് നടന്നു. അവധിക്കാല കോഴ്സുകൾ ഉൾപ്പെടുത്തി IT മാജിക്കും കരിയർ പ്ലസും വിദ്യാർത്ഥികൾക്കായി ജിടെക് ഒരുക്കിയിട്ടുണ്ട്. അസോസിയേഷൻ ഓഫ് ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൌണ്ട് എന്ന സർട്ടിഫിക്കറ്റ് ഇനി വിദ്യാർത്ഥികൾക്ക് ലഭ്യമാകും. സർട്ടിഫിക്കറ്റിന്റെ ലോഞ്ചിംഗ് ജിടെക് സൌത്ത് ഇന്ത്യ ഡയറക്ടർമാരുടെ യോഗത്തിൽ ACCയുടെ ഇന്ത്യ ഹെഡ് ഗുഷ് അഹൂജ നിർവഹിച്ചു. IABയുടെ മെമ്പർഷിപ്പ് പ്രോഗ്രാം CEO ജാനറ്റ് ജാക്ക് ലോഞ്ച് ചെയ്തു.